നമസ്കാരം. നോളജ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 26, 2025 അതായത് ഇന്ന് നടന്ന CPO എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ മെലാറ്റോണിൻ. 2. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അയോഡിൻ. മൂന്നാമത്തെ ചോദ്യം, രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയ. 4. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായത്: 1. ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. തെറ്റാണ്. 2. ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ശരി. 3. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ശരി. അപ്പോൾ ശരിയായത് 2, 3 മാത്രം. ഓപ്ഷൻ ബി. 5. പെല്ലാഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി ജീവകം B3 അല്ലെങ്കിൽ വിറ്റാമിൻ B3. 6. ഒരു ലെൻസിൻ്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസാണ്? ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് 40 സെൻറ്റിമീറ്റർ. 7. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ? ഉത്തരം ഓപ്ഷൻ ഡി സ്റ്റീൽ. 8. പ്രതലബലം എസും ആരം 6ഉമുള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 4s/r. 9. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 23. 10. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂലം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. 11. താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 12. കോളം 1ലെ മൂലകങ്ങളെ കോളം 2ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർത്തെഴുതിയാൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 13. ചോദ്യം, 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 14. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന ചോദ്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന, 1847 ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. 3. ഹെർമൻ ഗുണ്ടർട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. അത് തെറ്റ്. അപ്പോൾ ശരിയായത് 1ഉം 2ഉം. ഓപ്ഷൻ എ 1ഉം 2ഉം. 15. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഫ്രാൻസിൽ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാമത്തെ സ്ഥാനത്തായിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. 2. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്നു മലയാളിയായ PR ശ്രീജേഷ്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന, ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 3 പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നുള്ള ഉത്തരം. 16. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. തെറ്റാണ്. 2. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഫലമായുള്ള പ്രസ്താവനയാണ് കേരള കലാമണ്ഡലം. ശരിയാണ്. 3. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെൻറ് ഡീംഡ് യൂണിവേഴ്സിറ്റിയെ പ്രഖ്യാപിച്ചു. ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 17.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയായ പ്രസ്താവന. 2. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 3. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ശരി. അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം. 18. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. തെറ്റ്. 2. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന് സ്ഥാപകനാണ്. ശരിയായ പ്രസ്താവനയാണ്. 3. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ്. ശരി. അപ്പോൾ ഓപ്ഷൻ വരുന്നത് 2ഉം 3ഉം. ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. 19ാമത് മാത്സ് ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. 59, 69, 79, 89. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 69. 20. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. 20ാമത്തെ ഉത്തരം ഓപ്ഷൻ എ 600. 21. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. ഉത്തരം എന്ന് പറയുന്നത് 4.40. ഓപ്ഷൻ ഡി. 22. 22ന്റെ ഉത്തരം ഓപ്ഷൻ ബി 11. 23. 23ന്റെ ഉത്തരം ഓപ്ഷൻ ഡി 4, 7, 5, 8. 24. 24ന്റെ ഉത്തരം ഓപ്ഷൻ എ 26, 1/6. 25. ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം. നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാകാൻ 60 മാർക്കിൻ്റെ കുറവുണ്ട്. എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 400. 26. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക് 4 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിൻ്റെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 26ന്റെ ഉത്തരം ഓപ്ഷൻ ഡി 6.28 സെൻറ്റിമീറ്റർ. 27. ഡയറക്ഷൻ്റെ കണക്കാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10 കിലോമീറ്റർ. 28ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി. 29. ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2024. 30. ഒഫൻസ് കുറ്റം എന്നതിൻ്റെ BNS അനുസരിച്ചുള്ള അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി. 31. BNS പ്രകാരം ട്രൈഫിൾസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നിസ്സാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവർത്തികൾ. 32. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി. ഉത്തരം ഓപ്ഷൻ ഡി. 33. ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി കോടതികൾ. 34. BNSS വകുപ്പുകൾ 168 തൊട്ട് 172 പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? 34ന്റെ ഉത്തരം ഓപ്ഷൻ ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക. 35. BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണം. 36. ഭാരതീയ സാക്ഷി അധിനിയം BSA പ്രകാരം എവിഡൻസ് എന്ന പദം ഏത് വകുപ്പിലാണ്? 36ന്റെ ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 2. 37. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം. 37ന്റെ ഉത്തരം ഓപ്ഷൻ സി ചീഫ് ക്രോസ് റിംഗ്. 38. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം വിവരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 29. 39. കേരള പോലീസ് ആക്ട് 98ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? 39ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ജില്ലാ പോലീസ് മേധാവി. 40. കേരള പോലീസ് ആക്ട് 117ാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? 40ന്റെ ഉത്തരം ഓപ്ഷൻ ഡി 3 വർഷം തടവ്. 41. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക?
ഉത്തരം വരുന്നത് ബി. പൊതുവിവര ഓഫീസർ അത് പൊതു താൽപ്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ. 42. IT ആക്ട് സെക്ഷൻ 62F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. 43. ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? ഉത്തരം ഓപ്ഷൻ എ. 44. IT ആക്ട് 2000 67B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി. കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ. 45. NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ സി. മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ്. 46. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് NDPS ആക്ടിന്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത്? ഉത്തരം ഓപ്ഷൻ സി. വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം. 47. വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഏതെങ്കിലും വസ്തു തിരുകൽ. 48. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി. ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. 49. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ എ ചന്ദ്രൻ. 50. തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം ഓപ്ഷൻ ഡി വൃശ്ചികം. 51. നാഗം എന്നതിൻ്റെ വിപരീത പദം ഏത്? സി കൃതജ്ഞത. 51 ഉത്തരം നാഗം എന്നതിൻ്റെ വിപരീത പദം സി നരകം. 52. ചെയ്യേണ്ടത് ചെയ്തു എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കൃതകൃത്യ. 53. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. 54. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ ബി ശബ്ദം. 55. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ എ ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. 56. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പെങ്ങൾ. 57. ജഗമനസ് പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ജഗത് പ്ലസ് മനസ്സ്. 58. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിക്കുന്നവൻ. 59. ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ ബി. 60. വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്? 60ൻ്റെ ഉത്തരം ഓപ്ഷൻ എ കാക്ടി. 61. fill in the blanks with appropriate article. I need dash new laptop for my work. 61ൻ്റെ ഉത്തരം ഓപ്ഷൻ എ I need a new laptop for my work. 62. choose the correct form of the verb to complete the sentence. Neither the team nor the coach dash satisfied with the result. ഉത്തരം വരുന്നത് എ ഈസ്. neither the team nor the coach is satisfied with the result. 63. convert the following sentence into passive voice. 63ൻ്റെ ഉത്തരം ബി പാസീവ് വോയിസ്. അതിൻ്റെ മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ അത് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉത്തരം വരുന്നത് ബി എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. 64. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഷീ പെർഫോം ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഉത്തരം ബി. 66. വാട്ട് ഡസ് ATM കോമൺലി റെഫർ ടു ഇൻ ബാങ്കിങ്? ഉത്തരം ഓപ്ഷൻ സി ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ.
67. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിനോണിം ഓഫ് വൊറേഷ്യസ്? ഉത്തരം ഓപ്ഷൻ എ. 68. വിച്ച് സെൻറ്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ ബി. ഷീ ഡസൻ ലൈക്ക് പിസ്സ. 69. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 2ഉം 3ഉം. ഒന്നാമത്തെ പ്രസ്താവന 1809 കുണ്ടറ വിളംബരം നടത്തി, അത് മാർത്താണ്ഡവർമ്മയല്ല, അത് തെറ്റായ പ്രസ്താവനയാണ്. 2 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, ശരിയായ പ്രസ്താവന. 3 തൃപ്പടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ, അത് ശരിയായ പ്രസ്താവനയാണ്. 4 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവ്, തെറ്റായ പ്രസ്താവനയാണ്. 70 ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. കറുപ്പ് യുദ്ധം. 71 പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യ, ചൈന. 72 MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. പത്മവിഭൂഷൺ. 73 ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. ഉത്തരം ശരിയാണ്. 2 1949 നവംബർ 26 നിലവിൽ വന്നത്, അത് തെറ്റായ പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ, ശരിയായ പ്രസ്താവനയാണ്. 4 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത്, അതും ശരിയായ പ്രസ്താവനയാണ്. 1 3 4 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 74 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 74ന്റെ ഒന്നാമത്തെ പ്രസ്താവന എ. മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി, ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു, ശരിയാണ്. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു, ശരിയായ പ്രസ്താവനയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്, അത് തെറ്റായ പ്രസ്താവനയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണ്. 75 ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഉത്തരം ഓപ്ഷൻ എ. ക്രമമായ താപനഷ്ട നിരക്ക്. 76 ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പം രൂപപ്പെടുന്ന വേലി ഏതാണ്? 76ന്റെ ഉത്തരം ഓപ്ഷൻ ബി. വാവുവേലി. 77 സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ബ്രഹ്മപുത്ര. 78 കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ സി. നീലഗിരി. 79 തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര്? ഉത്തരം ഓപ്ഷൻ എ. സിറസ് മേഘങ്ങൾ. 80 ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി. പഞ്ചവടി എക്സ്പ്രസ്. 81 താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മധ്യാങ്കം കണക്കാക്കുക. 81ന്റെ ഉത്തരം ഓപ്ഷൻ ബി. 32. 82 ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷ്യോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. 1 3 4 മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഇത് 3ആണ്. 1 3 4 ശരി ഉത്തരം. 83 ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് 83ന്റെ ഉത്തരം. 84 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? 84ന്റെ ഉത്തരം ഓപ്ഷൻ എ. 1 2 4 1 2 4 പ്രസ്താവനകൾ ശരിയാണ്. 85 താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതാണ്? 85ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 85ന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ബാങ്ക് നിരക്ക് 5.25%, ബാങ്ക് നിരക്ക് 6.75% ആണ്. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. 86 പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. ഓപ്ഷൻ സി.
87 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 88 ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 89ന്റെ ഉത്തരം ഓപ്ഷൻ എ 42. 90 രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ ശരിയായ പ്രസ്താവനയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പം 90ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. 91 പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം സ്റ്റേറ്റ് ലിസ്റ്റ് ഓപ്ഷൻ എ. 92 സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. 93 നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന. 94 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഓപ്ഷൻ ബി സുകുമാർ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ബി ചെനാബ് പാലം. 96 സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡേഴ്സ്. 97 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 98 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 99 ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം? ഉത്തരം ഓപ്ഷൻ എ ആശാ ശോഭന. 100 എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം.